ജമ്മുകശ്മീരിൽ നിന്നുള്ള അപ്ഡേറ്റ് ലഭിക്കുന്നുണ്ട്. ജമ്മുകശ്മീരിലെ പൂഞ്ച് സെക്ടറിൽ നിയന്ത്രണ രേഖയ്ക്ക് സമീപം തിരച്ചിൽ ആരംഭിച്ച സുരക്ഷാ സേന ഡ്രോൺ ഉപയോഗിച്ച് ലഹരി വസ്തുക്കളടക്കം പാകിസ്ഥാൻ അതിർത്തി കടത്തുന്നതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് പരിശോധന. പുലത്സ്യ നദിയിൽ അടക്കമാണ് സുരക്ഷാ സേന തെരച്ചിൽ നടത്തുന്നത്. വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുകയാണ്. നന്ദൻ, എന്താണ് നമുക്ക് അതിർത്തി പ്രദേശത്ത് നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ? രാഖി, നിലവിൽ ഈ ജമ്മു കാശ്മീരിൽ പ്രദേശം അതിശൈത്യത്തിൽ മൂടിക്കിടക്കുകയാണ്. സ്വാഭാവികമായും ഇത്തരം സമയങ്ങളിലാണ് പാകിസ്ഥാനിൽ നിന്നും വലിയ രീതിയിലുള്ള നുഴഞ്ഞുകയറ്റം ഉണ്ടാകുന്നത്. ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ട് കൂടുതലായി ആയുധങ്ങളും മയക്കുമരുന്ന് അടക്കമുള്ള ലഹരി വസ്തുക്കളും ഭാരതത്തിന്റെ അതിർത്തി കടത്തി ഇവിടേക്ക് പാകിസ്ഥാൻ അയക്കുന്നു എന്നുള്ളത് ഇതിനോടകം അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടിട്ടുണ്ട്. രഹസ്യാന്വേഷണ വിഭാഗത്തിനും അതേപോലെ തന്നെ BSF അടക്കമുള്ള സുരക്ഷാ ഏജൻസിക്കും ഇത് ബോധ്യമായ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ സംയുക്ത സുരക്ഷാ സേനയുടെ നേതൃത്വത്തിൽ BSF-ഉം CRPF-ഉം അതേപോലെ തന്നെ ജമ്മു കാശ്മീർ പോലീസും കരസേനയും ചേർന്നുകൊണ്ടുള്ള സംയുക്ത ഓപ്പറേഷൻ ആരംഭിച്ചിരിക്കുന്നത്. ഈ പൂഞ്ച് സെക്ടറിലടക്കം വലിയ രീതിയിലുള്ള തിരച്ചിൽ ആരംഭിച്ചു കഴിഞ്ഞു. നദികളിൽ പരിശോധന ആരംഭിച്ചു കഴിഞ്ഞു. ഈ അതിർത്തി മേഖലകളിൽ പൂർണ്ണമായും ഇത്തരം ബന്ദോബസ്ത് ചെയ്തുകൊണ്ട് വലിയ രീതിയിലുള്ള പരിശോധനയാണ് ഇപ്പോൾ തുടരുന്നത്. പ്രത്യേകിച്ച് രഹസ്യാന്വേഷണ വിഭാഗത്തിനും മറ്റും ലഭിച്ച റിപ്പോർട്ടുകൾ പ്രകാരം ഇതിനോടകം തന്നെ പാകിസ്ഥാൻ ഈ അതിർത്തി മേഖലകളിലേക്ക് ചില ലഹരി വസ്തുക്കളും ചില ആയുധങ്ങളും ഒക്കെ തന്നെ ഡ്രോൺ ഉപയോഗിച്ച് കടത്തി ചില ഭാഗങ്ങളിലായി നിക്ഷേപിച്ചു എന്നുള്ളതാണ് പ്രധാനമായും കണ്ടെത്തിയിരിക്കുന്നത്. ഇത്തരം ആയുധങ്ങളും ലഹരി വസ്തുക്കളും മറ്റും കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ സംയുക്ത സേനയുടെ നേതൃത്വത്തിൽ ഈ പൂഞ്ച് സെക്ടറിൽ ഇപ്പോൾ പരിശോധന ആരംഭിച്ചിരിക്കുന്നത്. രാഖി.